ഓരോ കരളിനും ഇന്നിത് തോറ്റിടാപ്പോര്. പാടം ചുറ്റി വരുന്നൊരു കാറ്റിന് പോരാട്ടച്ചോറ്. കരയിലെ ഓരോ കരളിനും ഇന്നിത് തോറ്റിടാപ്പോര്. ഇഞ്ചോടിഞ്ചായി തീരുന്നതാണ്. ആരാ മുന്നിൽ ആരത് നേടും ജലരാജാവാര്. ആക്കരെ ഇക്കരെ ഓരോ കരയിലും ഒരു ചോദ്യം മാത്രം. ആയിരമിതാകെ തീ പടരുന്നു ഒരു ചോദ്യം മാത്രം. വരികൾ എഴുതിയ ആളുടെ അടുത്ത് നിന്നിട്ട് വരികൾ തെറ്റാൻ പാടില്ലല്ലോ. വേഗം തന്നെ കാണിക്കാൻ പാടില്ല. ഇടയ്ക്ക് നോക്ക് വരി കാണു. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ ഒരു വള്ളംകളി പ്രേമിയുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ക്രിട്ടിക്കലായിരിക്കും. ഒരു ക്ഷമ എന്ന് പറയുന്നില്ല. ഒരു വാക്കൊക്കെ ഇപ്പൊ നമ്മള് ലൈവില് തെറ്റി പറഞ്ഞാൽ നോ ക്ഷമിക്കില്ല. അപ്പൊ താഴെ വന്ന് പറയും ഇതൊന്നും അറിയില്ല, വീട്ടിൽ പോയിരുന്നൂടെ ചോദിക്കും. അങ്ങനെ ക്രൂരമായി ഒരു സെക്കൻഡ് വേസ്റ്റ് ചെയ്യാനില്ലല്ലോ. വളരെ പെർട്ടിക്കുലർ ആണ്. അവർക്ക് ഭയങ്കര ഇതിനെ കുറിച്ച് നന്നായി അറിയാം. അപ്പൊ ഇതൊരു വലിയ വെല്ലുവിളിയാണ് സത്യത്തിൽ. ഈ ഈണമായാലും ഒരു റെപ്യൂട്ടേഷൻ വന്നാൽ അവരപ്പോ പറയും ഇത് കഴിഞ്ഞ പോലത്തെ പാട്ട് പോലെ ഇല്ലെന്ന് ചോദിക്കും. ഒരു വരി വന്നാൽ ചോദിക്കും ഇത് കഴിഞ്ഞ പാട്ടുമായിട്ട് എന്താ വ്യത്യാസം. അപ്പൊ ഇതൊക്കെ മൊത്തം കോമ്പോസിഷൻ ആണെങ്കിലും ലിറിക്സിന്റെ ആണെങ്കിലും കോമ്പിനേഷൻ വന്നപ്പോ ശരിക്കും നമുക്ക് ഒരു വള്ളം തുഴഞ്ഞ് ആ വള്ളംകളി നടക്കുന്ന ഒരു ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. അതേ താളത്തിലും അതേ ടെമ്പോയിലും ആ ഒരു സ്പീഡും ഒക്കെ ആളും നിങ്ങൾ രണ്ടുപേരും കൂടെ അതിന്റെ കൂട്ടത്തില് എന്റെ ഒരു ശബ്ദം വന്നു എന്ന് മാത്രമേ. ഫസ്റ്റ് കോൾ വന്നപ്പോ സർപ്രൈസ് ആയിരുന്നോ? എന്താ തോന്നിയത്? എനിക്കത് ഇവര് സമ്മതിക്കുമ്പോ ചേച്ചി നേരത്തെ പറഞ്ഞ അതേ റീസൺ ആയിരുന്നു. അതായത് പുരുഷന്മാരുടെ ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിത് സമ്മതിക്കോടാന്നുള്ളൊരു തോട്ടാണ് ഞാൻ ഗൗതമിനോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഈവൻ ഇപ്പൊ പാട്ട് റിലീസായതിനു ശേഷം പോലും ഇപ്പൊ കമന്റ്സിലാണെങ്കിൽ പോലും ആരും ഒരു ആണിനെ കൊണ്ട് പാടിപ്പിക്കായിരുന്നു എന്നുള്ള ഒരു കമന്റ് വന്നിട്ടില്ല. അത് ശരിക്കും നമ്മുടെ നാടിന്റെ ഒരു മുമ്പോട്ട് പോക്കാണ് അല്ലേ.